കല്യാണി പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ട് സ്വന്തം നമ്മുടെ ഒരു ഇതിൽ വെച്ചോളൂ. കാരണം വളരെ അപൂർവമാണ് അലിയെ പറ്റി ഇങ്ങനെ അപ്പോൾ പറയുന്നത്. ഓഫീസിൽ പോയിട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇട്ട് റിവൈൻഡ് ചെയ്യും. അതങ്ങനെ പറഞ്ഞത് പോസിറ്റീവാണ്. അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ആത്മവിശ്വാസം നല്ലതാ, അങ്ങനെ എല്ലാം പാടില്ല. പിന്നെ കല്യാണി ആകുമ്പോൾ ക്യൂട്ട്നെസ് വാരി വിതിർക്കൊള്ളും. ക്യൂട്ട്നെസ് പറഞ്ഞത് സാർക്കാസ്റ്റിക് ആയിട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഒരു കൊറിയൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ ഇങ്ങനത്തെ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തില്. കാണാൻ പറ്റില്ല, അങ്ങനത്തെ വരണേ ഉള്ളൂ. നിങ്ങൾ മാറിയ മനുഷ്യനാണ്. അപ്പൊ അത് ഞാൻ ഇറങ്ങി പോവാട്ടെ ഇവിടെ. മനോജ് ബാജ്പായി ആരാന്നറിയില്ലേ? വിനയ് എന്താ പഠിച്ച? വിനയ് ഡിഗ്രി അനുരാജിനെ കുറിച്ച് അനുരാജ് ഒരു പാവമാണ്. എന്റെ അറിവില് അനുരാജ് ഒരു പാവമാണ്. സോ ഇതൊക്കെ എന്ത് സുരേഷ് ചേട്ടന് ശരിക്കും അവിടെ നിന്ന് ഇമോഷൻ വരേണ്ടത് ഇങ്ങനെ പേടിച്ചിരിക്കണം. അത് കറക്റ്റ്. പേടി കിട്ടാൻ വേണ്ടി പേടിച്ചങ്ങ് ഇരുന്നോ. അപ്പൊ പേടി കിട്ടും. ഭയങ്കര നിങ്ങൾ എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇവിടെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ മുതലാളി തന്നെ വേണ്ടെന്ന് പറയാം. ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ എന്നെയാണ് പുള്ളി നോട്ട് ചെയ്തത്, എന്നെ തകർക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ ഒരു ഭാഗ്യം കൊണ്ട് അൽത്താഫിലേക്ക് വന്നു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. എന്താ വിനയ് ഒരു സ്ട്രോങ് അല്ലാത്ത? നല്ല സ്ട്രോങ്, അതല്ലേ? നല്ല സ്ട്രോങ്, വളരെ കോൺഫിഡന്റ് ആണ്. ഓ, എന്തുകൊണ്ട്? അല്ല, ഈ സിനിമക്ക് വേണ്ടി വന്നിരിക്കുന്നതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളെ പാവം, നമ്മളറിയാലോ. അതെ, നമ്മള് കറക്റ്റ് അറിയാവുന്ന, അതുകൊണ്ട് കുഴപ്പമില്ലോ. എന്തായാലും പുതിയൊരു സിനിമ അൽത്താഫിന്റെ ആദ്യ സിനിമ ഒരു ഓണം റിലീസായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരു ഓണം റിലീസുമായിട്ട് ഓടും കുതിര ചാടും കുതിരയായിട്ട് അൽത്താഫ് വരുന്നു. എനിക്ക് അൽത്താഫിന്റെ അഭിനയം കണ്ടിട്ടുണ്ട്, ഡയറക്ഷൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഡയറക്ഷൻ. അൽത്താഫിന് എന്താണ് പ്രേക്ഷകരോട് ഈ സമയത്ത് പറയാനുള്ളത്? ഇല്ല, ഞങ്ങള് പറഞ്ഞിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നുമ്പോഴാണ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ ഈ സിനിമ ചെയ്യാമെന്ന ആഗ്രഹം വളരെയധികം മനസ്സിൽ തോന്നിയപ്പോഴാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അതിന് അനുയോജ്യരായിട്ടുള്ള കഥാപാത്രങ്ങളെ ഇവരെല്ലാവരും കാസ്റ്റ് ചെയ്തതും എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും രസമായിട്ട് ചിരിക്കാം ഓണത്തിന് പോയി. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇപ്പം എടുത്തു പറഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ജോലി ചെയ്യിപ്പിച്ചു എന്ന് പറയണല്ലേ? ഇല്ല, അവർ ഓൾറെഡി അവർക്ക് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പം അവർ ജസ്റ്റ് നമ്മളൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് വിട്ടാൽ മതി. ബാക്കിയെല്ലാം വിനയായിരുന്നു അവിടുത്തെ ഉഴപ്പ്. ഇല്ല, ആരും അങ്ങനെ ഉഴപ്പൊന്നുമില്ല. എനിക്ക് തോന്നി അതങ്ങനെ തന്നെ പിടിച്ചോട്ടെ, ഒഴിവാക്കി തന്നാൽ മതി. എന്തായാലും നല്ലൊരു സിനിമ. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി എന്താണെന്നുള്ളൊരു ആ ഡേറ്റിന് വേണ്ടി കാത്തിരും. ഓണത്തിന് വേണ്ടി ഓണം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം പ്രേക്ഷകർക്ക് ഉണ്ടായില്ല ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ. ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇത്ര വർഷമായി കേട്ടോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ എനിക്ക് സിനിമ ചെയ്യണം, ഡയറക്ഷൻ ചെയ്യണം തോന്നുമ്പോഴാണെന്ന് പറയും. പക്ഷെ ഇത്രയും ഒരു നീണ്ട ഒരു ഇടവേള വന്നപ്പം വേറെ ഒരു സമയത്തും തോന്നില്ല എനിക്കൊരു സിനിമ ഡയറക്ഷൻ ഇതിലേക്ക് തന്നെ നിന്ന് ഈ കഥയിലേക്ക് ഇറങ്ങി. അത് എത്ര വർഷത്തെ ഒരു യാത്രയാണ് ഈ കഥയിലേക്കുമായിട്ട്? ഇല്ല, കഥയൊക്കെ എല്ലാ കഥകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു കഥയെന്നല്ല, ഒരു സിനിമ അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി ആ ഒരു കഥ കുറേ നാളിന് മുമ്പേ വന്നിട്ടുണ്ടാവും. അതിൽ വർക്ക് ചെയ്യാന്നുള്ളൊരു അതിനൊരു സമയം കൊടുക്കണം. അത് ഹാഫ് കുക്ക്ഡായിട്ട് അത് ഇറക്കിയാലും അത് ഇതാവില്ല. അപ്പം അതിനൊരു പ്രോസസ്സുണ്ട്. പ്രോസസ്സ് ചില കഥകൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ തീരും. ചിലത് ഒരു 5 വർഷം എടുത്തു കഴിഞ്ഞാലും പകുതി പോലും ആവില്ല. അത് ഡിപ്പെൻസ്.
എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ. സുരേഷേട്ടാ, നമ്മൾ വിളിക്കുമ്പോൾ ഒക്കെ എപ്പോൾ വിളിച്ചാലും ഈ ലൊക്കേഷനിലാണെന്ന് പറയാറുള്ളത്. എന്ന് ആ സമയത്ത് വിളിക്കും, ഞാൻ ഈ ലൊക്കേഷനാണ്, ഈ ലൊക്കേഷൻ എന്ന് പറയുക അല്ലാതെ വേറെ ലൊക്കേഷനിലേക്ക് പോലും യാത്രയില്ലാതെ ചെയ്തൊരു സിനിമയാണ് അല്ല. സാധാരണ ഒരു സിനിമ നടത്താൻ വേറെ ബ്രേക്കിന് പോകും, പക്ഷെ ഇതിൽ തന്നെയാണ് സുരേഷ് ഏട്ടൻ നിന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ചധികം ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഒരുപാട് ദിവസങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ബ്രേക്കായി. അപ്പോൾ നമ്മുടെ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വെച്ച് വേറെ മറ്റു പടങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ കുറേ കാലം ഈ കുതിരയുടെ പുറകെയായിരുന്നു, ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. ആ കുതിരയുടെ ഓട്ടം തുടങ്ങാൻ പോകുന്നതാണ്. ശരിക്കും ഓട്ടം തുടങ്ങാൻ പോകുന്ന ഓണത്തിനാണ് അല്ലേ? നമ്മളൊന്ന് കയറിട്ട് നിർത്തിയേക്കാണ്. ഇനി അത്രേ ഉള്ളൂ. ഓടാൻ ഓട്ടമായിരിക്കും. അത് നിൽക്കാത്ത ഓട്ടമായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ എല്ലാവരും ആഗ്രഹം ഇതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ കഥാപാത്രം? കഥാപാത്രം എങ്ങനെ ചോദിച്ചാൽ ഞാനിതൊരു ചെയ്യാത്ത ടൈപ്പ് ഒരു സംഭവമാണ്. പൊതുവെ അൽത്താഫിൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങൾക്കൊക്കെ എല്ലാം ഒരു പ്രത്യേകതകളുണ്ടായിരിക്കും. ഈ ഞണ്ടുകളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു സംതിങ് ഡിഫറെൻറ്റ്, അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമായിരുന്നു. ഇതും അതുപോലെ തന്നെ ഞങ്ങളെല്ലാം കഥാപാത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഏതാണ്ട് ചെറിയ ഒരു 2 വയസ്സേക്ക് കുറവുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ്. അതിൽ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഇവിടെ ആയിരിക്കും വിനയനെ തന്നെ. ഇന്ന് എന്റെ ദിവസമായിട്ട് പുള്ളി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം ഇവിടെ കൊടുത്തേക്കണേ. ഇന്ന് അവരവരുടെ കഴിവനുസരിച്ച് 2 പൈസ 3 പൈസ 4 പൈസ വരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് സമാധാനം. അവരവരുടെ കഴിവനുസരിച്ച് പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചും കൂടെ ഒന്നും പറഞ്ഞ, അങ്ങോട്ട് വരുമ്പോൾ കൂടെ വന്നാ. അപ്പം കേട്ടോ, കല്യാണി സുഖമാണോ? കല്യാണി ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു കാര്യം പറയും, ഇവരൊക്കെ എന്നെ കളിയാക്കി. അത് ഓഫ് റെക്കോർഡിംഗ് ആയിരുന്നു. ഓൺ റെക്കോർഡിംഗിൽ തന്നെ പറയണം. എന്നെ കുറിച്ച് ഇവർ പറയണത് മോശമായിട്ടാണ് പറഞ്ഞത്. കല്യാണി ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് ഞാൻ പറഞ്ഞു സാർ ഭയങ്കര സ്വീറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഭയങ്കര കൈൻഡും ആയിരുന്നു എന്നോട്. സോ ഞാൻ ഷൂട്ടിന് മുമ്പാണ് കല്യാണി എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടാമത് പറയിച്ചു നാട്ടുകാരെ അറിയിക്കാൻ. സ്വന്തം എന്തായാലും ഈ പറഞ്ഞതേ റെക്കോർഡ് എന്നോട് അങ്ങനെയായിരുന്നു. അൽത്താഫ് പറഞ്ഞ ഇന്നലെ മെസ്സേജ് ഇട്ടായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞു? ഇപ്പൊ കല്യാണി പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ട് സ്വന്തം നമ്മുടെ ഒരു ഇതിൽ വെച്ചോളൂ. കാരണം വളരെ അപൂർവമാണ് അലിയെ പറ്റി ഇങ്ങനെ അവർ പറയുന്നത്. അത് എടുത്തു വെക്കാലോ. ആദ്യം തല്ലുമാലയ്ക്ക് അങ്ങനെയല്ലായിരുന്നു, പക്ഷെ ആന്റണീന അങ്ങനെയായിരുന്നു. തല്ലുമാലയ്ക്ക് നമ്മൾ വേറെ ആളാണ്, അന്യനാണ് പുള്ളി. ഇയാൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ല, എന്തായാലും ഞാൻ മൊത്തത്തിലുള്ള മാറ്റമുള്ള ഒരാളാണ്. മാറിപ്പോയതാണോ? ഇനി അത് മാറ്റം വന്നില്ലെങ്കിൽ പണിയാണ്. അത് മനസ്സിലാക്കി തിരിച്ച് അവിടെ കൊടുക്കുന്ന പണി ഇങ്ങോട്ട് വരാൻ ഞാൻ ഇത് തിരിച്ചെടുത്തോ? തിരിച്ചെടുത്തു. ഓണം 2 സിനിമകളാണ് അല്ലേ? 2 സിനിമകളാണ് ഓണത്തിന് വരവേൽക്കാൻ നിൽക്കുന്നത്. ആ ഒരു സിനിമ നിൽക്കട്ടെ. നമുക്ക് ഓടും കുതിര ചാടും കുതിരയെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഫഹദുമായിട്ട് ഒന്നിക്കുന്നു. സോ ആക്ച്വലി ഫഹദിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നടി എന്ന നിലയിൽ എൻ്റെ ക്രാഫ്റ്റിന്, എൻ്റെ ഗ്രോത്തിന് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആൻഡ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിപ്പോ ഓരോ ഷോട്ടിലും പാടാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാണ്. സോ പ്ലീസ്. ഓക്കെ. സോ ഓക്കെ, ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ അതിപ്പോൾ ഓരോ ഷോട്ടിലും കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇല്ല. ബേസിക്കലി ഞാൻ ഒന്നെങ്കിൽ 100% ഇടും, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഫഹദിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇതിനു മുന്നേ ബേസിക്കലി ഒരു ഡയറക്ടർ എൻ്റെ ടേക്ക് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിൽ കണ്ടന്റ് ആവും. എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ വിചാരിക്കും. ആൻഡ് ഒരു ടേക്ക് കൂടെ പുഷ് ചെയ്യാനുള്ള എന്താ പറയുക കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷെ ഫഹദ് വർക്ക് ചെയ്യുന്നത് കണ്ടതിന് ശേഷം ആ ആറ്റിറ്റ്യൂഡ് മാറി. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, അതിപ്പോൾ വെറുതെ കിടക്കുന്ന ഒരു ഷോട്ടാണെങ്കിൽ പോലും ഫഹദ് ഫുള്ളി കമ്മിറ്റഡ് ആണ് ബേസിക്കലി.
എത്ര സിമ്പിളായ മൊമെൻ്റ് ആയാലും അത് മാക്സിമം എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആൻഡ് എൻ്റെ ഒരു ബേസിക്കലി ആ ലെവലിലുള്ള ഫോക്കസും ഇൻറ്റഗ്രിറ്റിയും കമ്മിറ്റ്മെൻറ്റും എൻ്റെ അപ്രോച്ചിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഹി റിയലി ചേഞ്ച് ദാറ്റ് ഇൻ മീ. ഇൻഫാക്ട് ഈ സിനിമയുടെ ഷൂട്ട് കഴിയാറായപ്പോൾ ഞാൻ വേറൊരു സിനിമയുടെ ഡബ്ബിങ്ങിന് വേണ്ടി ചെന്നൈ പോയിരുന്നു. ആൻഡ് അതിൽ ഒരു ഇമോഷണൽ സീനിൽ ഞാൻ എൻ്റെ പെർഫോമൻസിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ഡയറക്ടറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് അതിൻ്റെ പൈലറ്റ് ട്രാക്ക് വളരെ നല്ലതായിരുന്നു. അത് നമ്മൾ ഓൾമോസ്റ്റ് ജസ്റ്റിഫൈ ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷെ അതിലൊരു ലൈൻ മാത്രം ഞാൻ ഒറിജിനലിൻ്റെ ഒരു 90% എത്തിയിട്ടുള്ളൂ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടേക്സ് പോയി, ഡയറക്ടർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പുള്ളി പറഞ്ഞു ഐ തിങ്ക് വി ഡൺ ദിസ് ഇസ് ഗ്രേറ്റ് എന്ന്. പക്ഷെ എനിക്ക് അത് പോരാന്ന് തോന്നി. ആൻഡ് അത് കുറേ ഡയലോഗ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലൈനാണ്, പക്ഷെ എനിക്കത് ശരിയാക്കണം എന്നുണ്ടായിരുന്നു. ஸோ ഞാൻ வீட்டுக்கு போயின ശേഷം ഡയറക്ടർ വിളിச்சு சார் எனக்கு எப்படியாவது நாளைக்கு ஒரு 10 minutes மட்டும் கொடுங்க, நான் எனக்கு அந்த ஒரே ஒரு டயலாக் மட்டும் நான் சரி பண்ணி தரேன்னு ഞാൻ ബെഗ് ചെയ്തു. പോയി അത് കിട്ടുകയും ചെയ്തു. സോ ബേസിക്കലി ബേസിക്കലി ആ ഒരു 10% കൂടെ എനിക്ക് വേണമായിരുന്നു എന്ന് എനിക്ക് വേണമായിരുന്നു. ആൻഡ് അത് അൽതാഫ് പക്ഷെ അത് ഫഹദിന്റെ കൂടെയുള്ള ലേണിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ അത് ചെയ്യുമെന്ന്. സോ ഐ ജെന്യുവൻലി ഫീൽ ഈ ചേഞ്ച് ദാറ്റ് ഇൻ മീ. എന്തായാലും എന്തൊക്കെയാണ് ഫഹദ് കല്യാണിന്റെ അടുത്ത് പഠിച്ചെന്നുള്ളത് ചോദിക്കണം കേട്ടോ. ഉണ്ടാവല്ലോ, ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. കല്യാണി എന്തായിരിക്കും ഫഹദ് പഠിച്ചിട്ടുണ്ടാവുക? ഞാൻ ഇവിടെ ചോദിച്ചു നോക്കാം. ഫഹദ് തന്നെ ആൻസർ പറയാം. എങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവല്ലോ കൊടുക്കൽ വാങ്ങലായിരിക്കും. നമ്മുടെ അടുത്ത് എന്തെങ്കിലും അവരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഫഹദ് വരുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ട് പറയാം. ചോദിച്ചിട്ടൊന്ന് പറയാം. തീർച്ചയായിട്ടും അത് ഹെഡ്ലൈൻ ആയിട്ട്. അല്ല, ഈ ഇപ്പം കല്യാണി പറഞ്ഞ പോലെ കല്യാണി തന്നെ വിശ്വസിക്കുകയാണ് എനിക്ക് ഒന്നും കൂടെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരു ആക്ടറെ സംബന്ധിച്ച വലിയ കാര്യം തന്നെയാണ്. അല്ലെ, നമ്മൾ എല്ലാവരും അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല. അത് കല്യാണി ചെയ്തത് ഒരു സിനിമയോടുള്ള പ്രിയം, ആ സിനിമയോടുള്ള ഒരു യാത്ര, അത് അത്ര ഇഷ്ടപ്പെടുന്നതാണ് കല്യാണി പറഞ്ഞത്. അത് കല്യാണിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. അങ്ങനെ ആരും അല്ല, എല്ലാവരും ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് അതൊരു വലിയ ലേണിംഗ് ആണ്. അതൊരു ലേണിംഗ് ആണ്. അത് കല്യാണിനെ സംബന്ധിച്ച് ബീങ് എ പ്രൊഫഷണൽ ആക്ടർ, ഒരു വേറൊരു ലൈക്ക് സീനിയർ അല്ലെങ്കിൽ ഒരു ഇൻക്രെഡിബിൾ ആക്ടറിന്റെ ഒരു സാധനം നമ്മൾ പഠിച്ചു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന് ലൈഫ് ലോങ് കല്യാണിക്ക് അപ്ലൈ ചെയ്യാം. അതെ 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 അതെ, അത് തന്നെയാണ് എൻ്റെ സത്യം. വിനയ് എന്താ പഠിച്ച? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അരിയേഴ്സ് ഉണ്ടായിരുന്നോ? പിന്നെ FTI പോയി അല്ലേ? അതെയോ? കിട്ടിയ ആൻസർ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. തരുമോ? എന്താ എന്ത് പഠിച്ചു നമ്മള് സിനിമയുടെ ഭാഗമായിട്ട്? എനിക്ക് തോന്നുന്നു ഫഹദ് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 4ാമത്തെ 5ാമത്തെ സിനിമ ഒരുമിച്ച്. എനിക്ക് ഭയങ്കര ലേണിംഗ് ഉണ്ടായത് അൽത്താഫിൻ്റെ അടുത്ത് നിന്നായിരുന്നു. കാര്യം അൽത്താഫും ഞാനും പ്രേമത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ചിട്ട് ഹായ് ഹലോ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ലേണിംഗ് ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ആസ്വാദകരുടെ ഒരു പൾസ് ഉണ്ടല്ലോ. നമ്മൾ പൊതുവെ ഇപ്പോൾ ഒരു ലൈൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയലോഗോ അല്ലെങ്കിൽ സീൻ, അപ്പം നമ്മളുടെ ഒരു പേസിലാണ് പലപ്പോഴും സംസാരിച്ചിരുന്നതെങ്കിൽ. അപ്പോൾ ഈ സിനിമയിൽ തന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അൽത്താഫ് എന്നോട് ഒരു കാര്യം ക്ലിയർ ചെയ്തു, ഇതൊരു ആബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സിനിമയാണ്. അന്ന് അതായത് ഒരു ഫെസ്റ്റിവൽ സിനിമയാണ്, ഇതൊരു മാസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും വെക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ എനർജിയുടെ ഒരു മീറ്റർ ഉണ്ട്, നിങ്ങൾ ഡയലോഗ് ഡെലിവറിക്ക് ഒരു സ്പീഡുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാര്യം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആസ്വാദകരുടെ അറ്റൻഷൻ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ റീലും പരിപാടിയിലൊക്കെ അറ്റൻഷൻ സ്പാൻ കുറവാണ് ആളുകൾക്ക്. അപ്പം ഈ സിനിമയിൽ കഥാപാത്രം പെർഫോം ചെയ്യേണ്ട ഒരു മീറ്ററും ആ ഡയലോഗ് ഡെലിവറിയുടെ സ്പീഡും അല്ലെങ്കിൽ ഇയാളുടെ ഒരു ബോഡിയിൽ അങ്ങനെ
ഒരുപാട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഞങ്ങൾ തമ്മിൽ ഈ സിനിമയിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ലേണിംഗ് ആണ്. ഇപ്പം ഞാൻ വേറൊരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സിനിമയിൽ ഞാൻ കോട്ട് ചെയ്യുമല്ലോ പല കാര്യങ്ങൾ. അതൊരു കമേഴ്ഷ്യൽ സിനിമയാണ്, പക്ഷെ ചെറിയ സിനിമയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അൽത്താഫിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. കാര്യം സ്പീഡ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ലേണിംഗ് ഈ കല്യാണി പറഞ്ഞ പരിപാടിയൊക്കെ ഞാൻ പണ്ടേ ഫഹദിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ മാലിക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫഹദ് എന്നെ കളിയാക്കും. അതായത് നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഒരു ഞാൻ അത്ര വലിയൊരു ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മോണിറ്റർ നോക്കാറില്ല. പുള്ളി ഓക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഫഹദ് എന്നെ കളിയാക്കിയപ്പോഴോ കളിയാക്കിയാട്ടോ, സീരിയസ് ആയിട്ടല്ല, തൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് എനിക്ക് വേണോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഫിലിം മേക്കറിന്റെ കോളിൽ നിൽക്കുകയാണ്. ഫിലിം മേക്കറിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അവിടെയും ഒരു ബെറ്റർമെന്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഒരു പക്ഷേ നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ അത് ഞാൻ പണ്ടേ പഠിച്ച കാര്യമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ ലേണിംഗ് എന്നെ സംബന്ധിച്ച് അൽത്താഫാണ് ഹീറോ. അങ്ങനെ നിൽക്കട്ടെ, വരുന്നുണ്ട് പല സിനിമകളും വരുന്നു. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് താങ്കളുടെ കഥാപാത്രം പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ശരിക്കും എത്തിച്ച ഒരു ഇടിച്ചു കയറും. എൻ്റെ അറിവ് കറക്റ്റാന്ന് തോന്നി. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അൽത്താഫ് എന്ന ഒരു വ്യക്തി താങ്കൾ വിളിക്കുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എന്താണ് അൽത്താഫുമായിട്ടുള്ള ബന്ധമാണോ? താങ്കളുടെ പേര് അനുരാജ് ജോബി എന്നാണ്. ഞാൻ ഇറങ്ങി പോവാട്ടെ ഇവിടുന്ന്. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതൊരു സീരിയസ് ഇന്റർവ്യൂ ആണ്, ഇത് തമാശ ഇന്റർവ്യൂ ആളുകൾ കാണുന്നത്. ഞാൻ സീരിയസ് ആയിട്ടല്ലാതെ തമാശയായിട്ട് ഞാൻ ഇറങ്ങി പോവാട്ടോ. ഞാൻ പോവില്ലോ, തമാശയല്ലേ, സീരിയസ് ആവുള്ളൂ. അല്ല മാറിയ മനുഷ്യനാണ്. അപ്പൊ അത് ഞാൻ മാറിയിട്ടില്ല എന്നൊന്ന് പറയൂ. അപ്പൊ കുഴപ്പമുണ്ടാവല്ലോ അവർക്ക്. എന്ന് ഞാൻ ഒന്ന് എടുത്തോട്ടെ മറ്റേ ചർച്ചയ്ക്ക് 10 സെക്കൻഡ് എനിക്ക് തരുമോ? സാധാരണ ആളുകൾ പറയുന്നത് എന്താണെന്ന് പറയുക ഇന്റർവ്യൂലിരിക്കും, പ്രത്യേകിച്ച് ഇത്തരം ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ ആളുകൾ പറയും നിങ്ങൾ എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇവിടെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ മുതലാളി തന്നെ വേണ്ടെന്ന് പറയാണ്. നമുക്ക് നല്ല ഇന്റർവ്യൂ ആണ് വേണ്ടത്. അല്ലേ? കൈമാറി അല്ല ആ ഒരു ബന്ധങ്ങൾ അൽത്താഫ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഥാപാത്രം കേട്ടിരുന്നപ്പോൾ എനിക്ക് പറ്റിയതാണ് എന്ന് തോന്നാൻ ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അതെന്തായിരുന്നു? എന്നെ അൽത്താഫൊക്കെ വിളിക്കണത് ഒരു 2022 ഒരു ഫെബ്രുവരിയിലാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ദിവസം. ഞാൻ ഇങ്ങനെ നേരിട്ട് കണ്ടായിരുന്നു. ജോർജ് ഏട്ടൻ ഞണ്ടുകളുടെ റൈറ്റർ ആളുടെ ആൾ വഴിയാണ് മീറ്റ് ചെയ്യണത്. ഞാനൊരു കഥ പറയാൻ വേണ്ടിയാണ് പോയത്. ഇക്കടുത്ത് ഒരു എഴുത്ത് പരിപാടി ഉള്ളതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ വെബ് സീരീസും പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അൽത്താഫൊക്കെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ദിവസം എൻ്റെ സീരീസ് ഇരുന്ന് കണ്ട്, എന്നിട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ച് ഞാനിങ്ങനെ വെബ് സീരീസ് കണ്ട് ഭയങ്കര രസമുണ്ട് പരിപാടി. എന്നിട്ട് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, അതിലൊരു ക്യാരക്ടറുണ്ട്, അത് അനുരാജായിരിക്കും എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞ്. പിന്നെ അന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നത് ഞാൻ അൽത്താഫയുടെ കൂടെ തന്നെ ഉണ്ട്. ഈ ഫുൾ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് തുടങ്ങി അൽത്താഫയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇത്രയും വലിയ സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. അതെൻ്റെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയി. വിനയേട്ടൻ, സുരേഷ് ഏട്ടൻ, ലാൽ സാറ്, കല്യാണി, പിന്നെ പതുക്ക, അങ്ങനെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫുൾ എനിക്ക് തോന്നണ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സമയത്തും ഞാൻ ഇക്കടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തീർന്നൊരു ദിവസം ഓർമ്മയുണ്ട്. അൽത്താഫ് ഭയങ്കര മടിയനാണ്. അതായത് എഴുത്ത് ഭയങ്കര സ്ലോയിലാണ് പോണത്. ആളുടെ മനസ്സിലുണ്ട് സിനിമ എന്താന്നുള്ളത്. അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ല ആൾക്ക്. ഒരു ടെൻഷനും ഇല്ലാത്ത ഒരാളെ ഞാൻ ഇങ്ങനത്തെ ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ലൈഫിൽ ഒന്നിനെ കുറിച്ച് ഒരു ടെൻഷൻ ഇതിന്റെ സ്ക്രിപ്റ്റ് തീർന്നപ്പോൾ ആളെനിക്ക് അതിന്റെ പ്രിന്റ് എടുത്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ട് അതിൻ്റെ കൂടെ എനിക്ക് പട്ടാഭിഷേകത്തിലെ ജയറാമിന്റെ മറ്റേ ഒരു ഇതയച്ചൊരു സ്റ്റിക്കർ അയച്ചെന്ന് ജയറാമിന്റെ. അത് അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ സ്ക്രിപ്റ്റ് അങ്ങനെ തീർന്നല്ല എന്നുള്ളത്. അത് ഏകദേശം ഷൂട്ടിന് ഒരാഴ്ച മുമ്പല്ലേ അതാണ് തീർന്നത്. ചാർട്ട് ചെയ്യണ അസോസിയേറ്റും ബാക്കി എല്ലാവരും സീനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഒക്കെ സെറ്റായിരുന്നു. ക്ലൈമാക്സിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ ആളിങ്ങനെ വെയിറ്റ് ചെയ്ത്
ചാർട്ടിങ് ഇല്ലായിരുന്നു ഞാൻ തീർക്കൂലായിരുന്നു. ചാർട്ടിങ് സാധനം ഉള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ തീർക്കില്ലായിരുന്നു. തീർത്ത പരിപാടി തലേദിവസം പൊളിക്കുകയും ചെയ്യാം. അതെ അതെ അതുണ്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതായത് ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണല്ലോ. നമ്മൾ അതിൽ ലോക്ക് ആവാണ്ട് തലേ ദിവസം അൽത്താഫ് ആലോചിക്കുകയും പിന്നെ അതിലെന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിച്ചിട്ട് നമ്മൾ വീണ്ടും ആക്ച്വലി ഇവർ വന്ന് അഭിനയിച്ച് കഴിയുമ്പോഴാണ് ഈ മീറ്റർ അങ്ങോട്ട് പോണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എഴുതണ പരിപാടി ചിലപ്പോൾ സുരേഷ് ചേട്ടനോ വിനയ്ക്കോ അത് ഡെലിവറി ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കല്ലടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇംപ്രൂവൈസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ആ ക്യാരക്ടറിന്റെ പ്രോസസ്സ് ഉണ്ടാവും. നമ്മൾ ഷൂട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഈ ഡയറക്ടറും ആക്ടറും ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. അപ്പം പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരുന്നത് പോലെ അൽത്താഫ് അതിനെ മോൾഡ് ചെയ്യുകയും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ക്യാരക്ടറിനൊക്കെ ഭയങ്കര ടുവേർഡ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഈ സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ഭയങ്കര ഡിഫൈൻഡ് ആയി. കഥാപാത്രത്തിനെ ഫസ്റ്റ് കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ ഈ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. പിന്നെ ഇയാൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷനും വേണ്ട, ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ ആളിതാണ്. അതേപോലെ തന്നെ ഒരു ഭയങ്കര പൂർണ്ണതയിൽ കൊണ്ടുപോയിട്ട് ഈ ക്യാരക്ടറിനെ അവസാനിപ്പിക്കുകയും ചെയ്യും ഓരോ കഥാപാത്രത്തിന് അല്ലേ. അൽത്താഫ് ഈ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ തീരുമ്പോൾ കല്യാണിയിലേക്ക് എത്താൻ ഒരു കാരണം, എല്ലാവർക്കും എത്താൻ ഒരു കാരണമുണ്ട്. കല്യാണി മലയാള സിനിമകൾ കുറച്ചാണ് ചെയ്യുന്നതും അന്യഭാഷാ സിനിമകളിലുമാണ് കല്യാണി. ആ കല്യാണിയിലേക്ക് തന്നെ നമ്മുടെ നായികയായിട്ട് കല്യാണി തന്നെ വേണമെന്ന് ചിന്തിക്കാനുള്ള ഒരു എന്തെങ്കിലും കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ നായികയായി വരുന്നുവെന്ന് അത്തരമൊരു കാരണത്തിൽ കല്യാണിയിലേക്ക് എത്തിയത് എങ്ങനെയായിരിക്കും? നമ്മളൊരു അർബൻ സെറ്റിംഗ് കഥ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് കല്യാണി ആപ്റ്റായിരിക്കും എന്ന് തോന്നി. പിന്നെ കല്യാണി ആകുമ്പോൾ ക്യൂട്ട്നെസ് വാരി വിതിർക്കൊള്ളും. അതിന് ഒരു വിഷയം ബിരിയാണി എനിക്ക് മേടിച്ചത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തിനാ ബിരിയാണി? ഞാൻ ചോദിച്ചോണ്ടല്ലോ പറഞ്ഞു എന്റെ വിനയ അവിടെ ഉണ്ടായിരിക്കും. ക്യൂട്ട്നെസ് പറഞ്ഞത് സാർക്കാസ്റ്റിക് ആയിട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇതിലൊരു കൊറിയൻ ആ ഒരു ഇത് ബേസിക്കലി അതാണ്. പിന്നെ പെർഫോമൻസ് മീൻസ് നമുക്ക് ഈ മലയാളത്തിൻ്റെ ഒരു ഇത് മാത്രമാണ് കല്യാണിയുടെ. അത് കല്യാണി ഇവിടെ ജനിച്ച് വളരാത്തതിൻ്റെ പ്രശ്നമാണ്. ഭാഷയോടുള്ളൊരു ഏലിയൻ സ്വഭാവമുണ്ട്. അപ്പോൾ അത് പക്ഷേ അത് നമുക്ക് നമ്മുടെ കഥാപാത്രം അങ്ങനെ ഹാഫ് മലയാളി അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അത് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അത് കറക്റ്റ് ആപ്റ്റായിരുന്നു കല്യാണി എന്ന ഒരാളുടെ കാസ്റ്റിംഗ്. അതുകൊണ്ടാണ് കല്യാണിയിലേക്ക് എത്തിയത്. സുരേഷിന്റെ എക്സ്പീരിയൻസ് എത്രയെത്ര സിനിമകളിൽ അഭിനയിച്ചു വന്നു. അന്നത്തെ തലമുറ ഇന്നത്തെ തലമുറ അഭിനയിക്കുമ്പോൾ നമുക്കൊക്കെ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ സന്തോഷമാണ് തോന്നുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കൂടെ പറയാനുള്ളൂ. പക്ഷേ ഈ ഇപ്പോഴും നിങ്ങൾ ഒരേ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾ പല സിനിമകളും വ്യത്യസ്തമായ സ്റ്റൈല് കൊണ്ടുവരുന്നു, സ്റ്റൈലിലും മാറ്റം വരുത്തുന്നു. ഒരേ സിനിമകൾക്ക് മാറ്റമുണ്ട്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ വളരെ പ്രഷർ ഏറ്റെടുക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ സുരേഷ് ചേട്ടൻ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ, ഇവരോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? തയ്യാറെടുപ്പിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. തയ്യാറെടുപ്പ് ഉണ്ടായിട്ടില്ല അല്ലേ? തയ്യാറെടുപ്പൊന്നുമില്ല, വന്നു നിൽക്കുന്നതാണോ? ബേസിക്കലി സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ട്. ഒരു ഡയറക്ടർ നമ്മുടെ എന്താ പറയുക ആർട്ടിസ്റ്റിനെ ഏറ്റവും അധികം കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഡയറക്ടറാണ് എന്താ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ സംഭവമൊന്നുമില്ലായിരുന്നു. ആരംഭത്തിൽ ഇതിൻ്റെ ഒരു ബേസ് എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടി. അപ്പം തന്നെ നമ്മൾ സാധനം കുറച്ചു മറ്റേ 2 പൈസ കുറയെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് ഓൾറെഡി ഉള്ളത് കൊണ്ട് പിന്നെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ആ സ്ക്രിപ്റ്റ് വായിക്കുന്നതല്ല. പിന്നെ എന്തും അങ്ങോട്ട് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡമും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡയറക്ടറും കൂടിയാണ്. കാരണം അൽത്താഫ് ബേസിക്കലി ഒരു ആക്ടറും കൂടിയാണല്ലോ. സോ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ ഓക്കെയാണ്, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ പലപ്പോഴും അൽത്താഫ് പല സീനുകളും മാറ്റി ഇത് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഈ ടീമായിട്ടൊക്കെ ഭയങ്കര ഒരു സിങ്കായി എന്ന് പറയുന്നു. ഈ നമുക്ക് കല്യാണിയൊക്കെ സിനിമ കല്യാണിയുടെ കൂടെ ഒക്കെ ആദ്യമായിട്ടായിരിക്കുന്നു അല്ലേ? നമ്മൾ മരക്കാറിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു സോങ്ങിലേറ്റ് ഞങ്ങൾ അതെല്ലോ. പക്ഷേ പ്രിയ സാറിന് നമുക്കറിയാം, പ്രിയ സാറിൻ്റെ മകൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്യാണിയുടെ അഭിനയത്താണ്. ഒരു നമ്മൾ അങ്ങനെയല്ല, അഭിനയത്തിലാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കല്യാണിയുമായിട്ട് ഈ സിനിമയിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോളാണ് ഈ അല്ല ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ രസകരമായ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, ഷൂട്ടിംഗ് സമയത്ത് ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ പറ്റും. ഷൂട്ടിംഗ് മൊത്തം രസകരമായിരുന്നു. പ്രത്യേകിച്ചായിരുന്നു ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ പറ്റില്ല. മൊത്തം ഷൂട്ടും ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഓരോ ആ സീനും കൂടിയാണ്. അത് നമ്മൾ പറയാൻ പോയാൽ ആ സീനും പറയേണ്ടി വരും. ഏറ്റവും എൻജോയ്മെന്റ് ഉള്ള ഒരു മുഹൂർത്തമാണെങ്കിൽ ഞാൻ പറയാം. മാർച്ചിൽ ഞാനും സുരേഷേട്ടനും കൂടെ മാർച്ച് മാസം കുടുംബയിലെത്ത് ഒരു ഓപ്പൺ കാറുണ്ട്, ചുമപ്പ് കളർ. അതില് മറ്റേ നമ്മുടെ കണ്ടെയ്നർ റോഡ് ഉണ്ടല്ലോ,
അതില് മറ്റേ വണ്ടി ഓടിക്കുന്നു, തിരികെ വരുന്നു, വീണ്ടും വണ്ടി ഓടിക്കുന്നു. നല്ല വെയില്, നല്ല ചൂടത്ത് ഓപ്പൺ കാർ, ചുവപ്പ് കളറിൽ ഞങ്ങൾ രണ്ടുപേരും. ഷർവാണി ഷെർവാണി, തൊപ്പി. അതായിരുന്നു ഒട്ടും ചൂടുമില്ല, ഒട്ടും ചൂടില്ല. അതിന്റെ ഉള്ളില് അതായിരുന്നു ഏറ്റവും വലിയ ഓപ്പൺ അല്ലേ, അപ്പൊ വെയിലും കിട്ടും ഡയറക്റ്റ്. എല്ലാം കൊണ്ട് സുഖം. അത് ആ വണ്ടിയാണെങ്കിൽ നമുക്ക് കാണാൻ വണ്ടികൾ ഉണ്ടാവുമെങ്കിലും ഒരു വണ്ടിക്ക് വേണ്ട ഒന്നും ആ വണ്ടിയിലില്ല. ബ്രേക്കോ അല്ലെങ്കിൽ എന്താ വലിയ ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞു. സുരേഷ് ചേട്ടന് ശരിക്കും അവിടെ നിന്ന് ഇമോഷൻ വരേണ്ടത് ഇങ്ങനെ പേടിച്ചിരിക്കണം. അത് കറക്റ്റ് അതിനുവേണ്ടി കൊടുത്താലേ ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ. ഓടിക്കേണ്ടത് മറ്റേ അങ്ങനത്തെ ഇതാ സ്പീഡിൽ പോകുന്നതാണ്. അതും ആ സീൻ പറഞ്ഞാലേ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ ആ സീനിലേക്ക് സീൻ കണ്ടിട്ട് നമ്മള് പറയാതെ അതെ അൽത്താഫിന്റെ ബുദ്ധി അപ്പൊ പേടി കിട്ടാൻ വേണ്ടി ബ്രേക്ക് ഇല്ലാത്ത പേടിച്ചങ്ങ് ഇരുന്നോ, അപ്പൊ ആ പേടി കിട്ടും. ഭയങ്കര കേട്ടോ. ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ എന്നെയാണ് പുള്ളി നോട്ട് ചെയ്തത്, എന്നെ തകർക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് അൽത്താഫിലേക്ക് വന്നത്. അൽത്താഫിന്റെ ഡയലോഗിലേക്ക് അതിനകത്ത് പോയി. എന്തായാലും അതൊക്കെ അങ്ങനെയാണ് സിനിമ കാണുമ്പോൾ ആ പേടി എങ്ങനെ വന്നേക്കണം നമുക്കുള്ളൂ. അപ്പൊ അൽത്താഫിനെ നമ്മൾ ഒന്നും കൂടെ കാണേണ്ടതായി വരും ഉറപ്പായിട്ടും. കണ്ടോ കല്യാണി, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ കഥ അൽത്താഫ് പറഞ്ഞു കഴിയുമ്പോൾ അൽത്താഫിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് അത് ഒരു ഓണക്കാലത്ത് ഡയറക്റ്റ് ചെയ്ത് തെളിയിച്ച ഒരു വ്യക്തിയാണ് അൽത്താഫ്. കഥ പറഞ്ഞു കഴിയുമ്പോൾ ഈ കഥാപാത്രത്തിലേക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പ് കാണുമല്ലോ നമുക്ക്, അത് എന്തായിരുന്നു എടുത്തത്? അങ്ങനെ മീൻസ് പ്രിപ്പറേഷൻ അല്ലേ? സോ ബേസിക്കലി ഈ സിനിമയ്ക്ക് അങ്ങനെ പ്രിപ്പറേഷൻ ഇത് അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സിനിമയല്ല ബേസിക്കലി. പക്ഷെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഒരു സിനിമയ്ക്ക് പെർഫോമൻസ് ആക്ച്വലി എല്ലാ സിനിമയ്ക്കും യൂണിവേഴ്സൽ അല്ല. എല്ലാ സിനിമയ്ക്കും അതിൻ്റെ ഒരു മീറ്റർ ഉണ്ട്. ആൻഡ് ആ മീറ്റർ ഡയറക്ടറുടെ വിഷനും ആ സിനിമയുടെ ജോണറും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഈ സിനിമയ്ക്ക് അച്ഛൻ ആക്ച്വലി പറഞ്ഞത് കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് പോകാനാണ്. ആൻഡ് ഇൻഫാക്ട് ഐ റിമെമ്പർ ഐ തോട്ട് ഫോർ മൈസെൽഫ് എ ലോട്ട് ഓഫ് ടൈംസ് ഐ വാസ് ലൈക്ക് എല്ലാ അച്ഛ ദേ മൈ ട്രോൾ ആൻഡ് സേ ഇത് ഓവർ ആക്ടിങ് ആണെന്നൊക്കെ. പക്ഷേ അച്ഛൻ പറഞ്ഞു അല്ല, ഈ സിനിമയുടെ മീറ്റർ മനസ്സിലാവാത്തവർക്ക് ചിലപ്പോൾ അത് തോന്നും. പക്ഷേ ഇഫ് യു വോണ്ട് ടു സ്റ്റേ ട്രൂ ടു ദിസ് ജോണർ, ഈ സ്പേസിൽ അത്ര സട്ടിലായിട്ട് പോകുന്നത് വർക്കാവില്ല. അങ്ങനെ പറയുന്നത് എല്ലാ കോമഡിയും സട്ടിലായിട്ട് പോകാൻ പാടില്ല എന്നല്ല. ബേസിക്കലി ഫോർ എക്സാമ്പിൾ ഫാമിലി മാൻ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹൗ മനോജ് ബാജ്പായ് ഡസ് കോമഡി ഇൻ എ വെരി സട്ടിൽ മാനർ. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. സോ ഈ സിനിമയ്ക്ക് കോമഡിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് യുനോ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ മസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അറിയില്ലേ? ചായ പിടിച്ചോ? അല്ലായിട്ട് കന്തം വിട്ടൊക്കെ ഫാമിലി മാൻ എന്നും പറഞ്ഞു. അയ്യോ, ബേസിക്കലി അതായിരുന്നു, കുറച്ച് ജസ്റ്റ് ലെറ്റ് ലൂസ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ കഥകൾ കേട്ട് അച്ഛനുമായിട്ട് എല്ലാ സിനിമയുടെ കഥകളും സംസാരിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് ഞാൻ കുറച്ച് ഇൻസെക്യൂർ ആയിരുന്നു ഈ ഒരു ടീമിലേക്ക് പോകുന്നത്. സോ ഞാൻ അപ്പോൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാണല്ലേ. അവിടെ ഉണ്ട് ഒരു അനുഭവം ഉണ്ടാവുമല്ലോ, നമ്മൾ ഡയലോഗ് പറയുന്ന സമയത്ത് നമുക്ക് മലയാളം അത്ര വർഷമില്ലാത്തതുകൊണ്ട് അവിടെ പറയുന്ന ഡയലോഗ്, അങ്ങനെ ഒരു രസകരമായ മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ? കല്യാണിയുടെ ഒരു ഡയലോഗ് പറയുമ്പോൾ ഇവരുടെ ഒരു റിയാക്ഷൻ, ഇവരുടെ ഒരു ഇടപെടൽ അങ്ങനെ ഉണ്ടായിരുന്നു? വെരി നിങ്ങൾ പോലെ അവര് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. സോ അങ്ങനെ മൂമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് അൽത്താഫ്ക്കും അത് മൈൻഡിൽ വെച്ചിട്ടാണ് വേറെ എല്ലാവരുടെയും മറ്റെല്ലാവരുടെയും ഡയലോഗ്സ് ഒക്കെ ഇംപ്രൂവൈസ് ചെയ്ത് മാറ്റും. പക്ഷെ എൻ്റെ ഡയലോഗ്സ് മാത്രം തന്നത് അങ്ങനെ തന്നെ പോവാൻ ഒന്ന് ശ്രമിക്കും. സോ ആകെ ക്ലൈമാക്സ് മാത്രമാണ് അത് ഓർമ്മപ്പെടുത്തലെന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലൈമാക്സ് അപ്പൊ ചേഞ്ച് ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ പറഞ്ഞ എത്ര സമയം വേണ്ട എടുത്തു. ഇതാണ് ലൈൻസ് എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് മറ്റു ചില പടങ്ങൾ നമുക്ക് സ്ക്രിപ്റ്റ് നമ്മൾ വീട്ടിൽ വായിച്ചിട്ട് അതിനെ ഒന്ന് മനപ്പാടമാക്കിയിട്ടൊക്കെ പോകാനൊക്കെ പറ്റും. പക്ഷേ ഈ ഇത്തരം ഹ്യൂമർ സബ്ജക്റ്റുകൾ നമ്മൾ ചിലപ്പോൾ ആ സ്പോട്ടിൽ നിന്നിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ ആയിരിക്കും കൂടുതൽ ഗുണകരമാവുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ സീനിലൊക്കെ തന്നെ ലാൽ സാർ ഉണ്ട്, നമ്മുടെ സിദ്ദിഖ് ലാലേട്ടനുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചില സാധനങ്ങൾ അദ്ദേഹം ഇടും. അദ്ദേഹം ഇടുമ്പോഴത്തേക്കും കൗണ്ടർ പറയാൻ നമുക്കൊരു സാധനം പെട്ടെന്ന് ആ സമയത്ത് കിട്ടുന്നു. അങ്ങനെയൊക്കെയുള്ള ഇംപ്രവൈസേഷനാണ് പല സീനുകളും
ഇതിനകത്ത് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് രാത്രി ഇരുന്ന് ആലോചിച്ച് നാളെ അത് എന്ത് ചെയ്യും അങ്ങനെയൊന്നുമില്ല. ബ്ലാങ്ക് ആയിട്ട് പോവുക. ബാക്കി അൽത്താഫ് നോക്കിക്കോളും എന്നുള്ളൊരു ഒരു ഫ്രീ സ്റ്റൈൽ അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ ഒരുപാട് ആലോചിച്ച് ഹോംവർക്ക് ചെയ്ത് ആ പരിപാടികളൊന്നുമില്ല. കല്യാണി ഇവരോടൊപ്പം ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നല്ലേ? അപ്പൊ അതിന്റെ ഒപ്പം ഇവരോടൊക്കെ ആദ്യം ഒരുമിച്ച് കൂടുന്ന ഈ സിനിമയിലാണ്. വിനയ് ഫോർട്ടി ഉള്ള ഒരു പോസിറ്റീവ് വശം എന്താണ്? ഞങ്ങള് ഒരുമിച്ച് അധികം സീൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് തന്നെ ആക്ച്വലി പോസിറ്റീവ്. അല്ല ഞങ്ങൾ കോമ്പിനേഷൻ അത് തന്നെ ഉണ്ടായിട്ടില്ല. പോസിറ്റീവ്. അല്ല എനിക്ക് ഉത്തരം അത് തന്നെ പോസിറ്റീവ്. ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ? ഉണ്ടായിട്ടില്ല. അതിന് വേണ്ടിയിട്ടാ ചോദ്യം ചോദിച്ചത്. അല്ല വിനയല്ലേ പറഞ്ഞത്? എന്ത് ഒരുമിച്ച് ഉണ്ടായില്ല എന്നല്ലേ? അല്ല ഒരുമിച്ച് ഉണ്ടാകാത്ത ഒരാളെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ? കല്യാണി പറയട്ടെ. അല്ല ആക്ച്വലി നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല. ഇല്ല. ഡയറക്ടറിന് അൽത്താഫിലുള്ള ഒരു പോസിറ്റീവ് എന്താണ്? അൽത്താഫ് ആക്ച്വലി വളരെ സൈലന്റ് ആണ്, പക്ഷെ ഒരു ഓപ്പൺ ബുക്കുമാണ്. അധികമൊന്നും നമ്മളോട് പറയില്ല, പക്ഷെ ഈ സിനിമയെ പറ്റി മൈൻഡിലൊരു ക്ലിയർ പിക്ചർ ഉണ്ട്. സോ ഹിസ് പ്രോസസ് ഇസ് വെരി നൈസ്. ബേസിക്കലി ഞങ്ങൾ പെർഫോം ചെയ്തത് അങ്ങനെ മാറി നിന്ന് അൽത്താഫ് എൻജോയ് ചെയ്യും. ആൻഡ് ബേസിക്കലി അൽത്താഫിക്ക് വേണ്ടത് മാത്രമേ അൽത്താഫ് യൂസ് ചെയ്യുള്ളൂ. സോ എഡിറ്റിൽ അങ്ങനെ ഒരു ഷേപ്പ് അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കും. സോ അതാണ് അൽത്താഫിയുടെ പ്രോസസ്. സോ സെറ്റ് ഭയങ്കര റിലാക്സ്ഡ് ആണ്, അൽത്താഫിക്കും ഭയങ്കര റിലാക്സ്ഡ് ആണ്. സോ ഇറ്റ്സ് നൈസ്. സുരേഷിന്റെ സിനിമകളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലേ? ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ടാവും. കല്യാണിക്ക് ഈ സുരേഷ് എന്ന ആക്ടറിന്റെ കൂടെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. പോയി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സുരേഷിന്റെ മുമ്പിലേക്കുമ്പോൾ? ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കംഫർട്ടബിൾ ആയിരുന്നു. അത് അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ, താങ്കൾ അങ്ങനെ തന്നെയാണല്ലോ, സുരേഷിന്റെ അങ്ങനെ തന്നെയാണല്ലോ, ആളെ കൂളാക്കുന്ന ഒരാളാണല്ലോ. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ മാക്സിമം ഈവൻ ഡയലോഗ്സ് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്തും അതിന് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നില്ലേ? നമ്മുടെ പ്രേം സാറിൻ്റെ മോളല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. അനുരാജിനെ കുറിച്ച് ആക്ച്വലി we did have a couple of combination scenes. അനുരാജിന് ചില ആൾക്കാർക്ക് ദൈവം ഒരു നാച്ചുറൽ സെൻസ് ഓഫ് ഹ്യൂമറും ടാലൻറ്റും കൊടുക്കും. ആൻഡ് അനുരാജ് അങ്ങനെ ബ്ലെസ്ഡ് ആണ്. ആൻഡ് യൂഷ്വലി ഞാൻ ഇങ്ങനെ നാച്ചുറലി ടാലൻറ്റഡ് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഞാൻ നല്ലോണം ജലസ് ആവാറുണ്ട്. പക്ഷെ ആക്ച്വലി അനുരാജ് ഒരു പാവമാണ്. സോ അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവില് അനുരാജ് ഒരു പാവമാണ്. സോ അനുരാജ് പോസിറ്റിവിറ്റിയുടെ ടവറാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്. അതല്ലേ? എന്തെങ്കിലും ലോ ആയിട്ടിരിക്കുന്ന ടൈമില് അല്ലെങ്കിൽ ഇങ്ങനെ അപ്പൊ എന്തെങ്കിലും ലോ ആയിട്ടിരിക്കുന്ന ടൈമിൽ അനുരാജനെ വിളിച്ച് ഫോണിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുരാജായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അനുരാജ് നമുക്ക് നമ്മൾ ഭയങ്കര സെൽഫ് വർത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. കാര്യം നമ്മൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ചിലപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവേണ്ട സീനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അനുരാജിനോട് സംസാരിച്ച് കഴിയുമ്പോൾ അനുരാജ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരും. ഇപ്പോൾ നമ്മുടെ സിനിമയെ കുറിച്ചാണെങ്കിലും ജനറൽ സെനാരിയോ ആണെങ്കിലൊക്കെ ചേട്ടാ അത് നല്ലായിരുന്നു, ഇത് നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഫോൺ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു കഴിവുള്ള അങ്ങനത്തെ ഒരു കഴിവ് കൂടി ദൈവം കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ്. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ ആയി മുന്നോട്ട് പോട്ടെ. നമുക്ക് സമയക്കുറവുണ്ട്. സീത അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. സമയം ഓടും കുതിര ചാടും കുതിര. ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞെന്ന് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്കത് എന്താ പറഞ്ഞത്? സുരേഷ് ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല കാര്യം പറഞ്ഞു. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. എനിക്ക് പോസിറ്റീവ് നിങ്ങൾ വിൽക്കുന്നത് പറഞ്ഞ എന്താന്ന് അറിയാന്നുള്ള ആകാംക്ഷ കൊണ്ട് ഓഫീസിൽ പോയിട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇട്ട് അല്ല ഈ ഇന്റർവ്യൂ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതെ അങ്ങനെ പറഞ്ഞു. പോസിറ്റീവാണ്. അല്ല അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ആത്മവിശ്വാസം നല്ലതാ. അങ്ങനെ എല്ലാം പാടില്ല. ആത്മവിശ്വാസത്തിലൂടെ നമ്മൾ മുന്നേറുന്നുണ്ട്. എന്തായാലും ഒരു നല്ലൊരു സിനിമ. അൽത്താഫ് പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം താങ്കൾ ഡയറക്ടറിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് മലയാളി പ്രേക്ഷകർ. എന്നും ഏത് ഇന്റർവ്യൂവിൽ വരുമ്പോഴും ചോദിക്കാറ്. ഞാൻ ചോദിക്കും അടുത്ത സിനിമ എന്നാണ് ഡയറക്ടറെ എന്ന് ചോദിക്കാം. അപ്പം സമയമുണ്ട് എന്ന് പറഞ്ഞു പോയത് ആ സമയം ആയിരിക്കുന്നു. ഈ ഓണം മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം. പ്രേക്ഷകരെ ഏറ്റെടുക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സിനിമയോടൊപ്പം യാത്രയിൽ നമ്മളും ഉണ്ടാവും. എന്ത് സഹായത്തിനും സിനിമയെക്കുറിച്ച് എന്തിനു വേണ്ടെങ്കിലും ഏത് സമയത്തും വിളിക്കാം. ആ യാത്രയിൽ നമ്മൾ പൂർണ്ണമായും കൂടെ ഉണ്ടാകും. ഒത്തിരി സന്തോഷം. ഇത്രയും നേരം ഞങ്ങൾ സഹകരിച്ച 5 പേർക്കും നന്ദി മാത്രം. താങ്ക് യു.